ഹേ ഗായ്സ്, വെൽക്കം ഓൾ ടു ഡോക് ട്രേഡ്. ഇന്നത്തെ വലിയൊരു ലോസ് ആയിരുന്നു. 1330 പോയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി തന്നെയാണ് ചെയ്തത്. നിങ്ങൾക്ക് ചാർട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഇന്ന് വോളറ്റിലിറ്റി കൂടിയതുകൊണ്ട് മാത്രമല്ല, ഇന്ന് ട്രാപ്പിംഗ് ഒരുപാട് കൂടുതൽ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മൾട്ടിപ്പിൾ പോയിൻറ്റ്സിൽ ട്രാപ്പിംഗ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാനും ഒരു അതേ ട്രാപ്പിലാണ് പെട്ടത്. കാരണം യൂഷ്വൽ ഒരു ലോവർ ലോസും ഹയർ ഹൈസും എന്നുള്ള രീതിയിൽ പോയപ്പോഴേക്കും ഈ ഒരു പൊസിഷനിൽ ഞാൻ ഒന്ന് കയറാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബൈ തന്നെയാണ് വാങ്ങിച്ചത്. പക്ഷേ ഈ പൊസിഷൻ കയറിയ ഉടനെ നിങ്ങൾ കണ്ടു, ആ ഒരു ഭാഗത്ത് ഈ ഒരു സോണിൽ നിന്ന് നല്ല രീതിയിൽ ആ ഒരു സോണിൽ നല്ല ബയേഴ്സ് അവരെ കൊളാപ്സ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി ഈ ഒരു പൊസിഷനിൽ. അങ്ങനെ അത് താഴേക്ക് വീണു. അത്രയും നല്ല ലോസ് പോയി. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾ ആലോചിക്കുക, ഇന്ന് ലിക്വിഡിറ്റി ഉള്ളത് മാത്രമല്ല, ലിക്വിഡിറ്റിയുടെ ഒപ്പം തന്നെ നല്ല രീതിയിൽ പോകുന്നതാണ് ടൈം ഡിക്ക്. അപ്പം നമ്മുടെ വാങ്ങിച്ച സാധനത്തിൻ്റെ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം രണ്ടാമത് കയറിയപ്പോഴും ഇതുപോലെ തന്നെ വീണ്ടും ഫോളോ വന്നു. ഈ ഒരു ബയേഴ്സ് ആ ഒരു സോൺ കടന്ന് പോകാൻ പറ്റാത്തൊരു രീതിയിൽ, ബയറിനെ ആ സോണിൽ കൂടെ കയറ്റി വിടാൻ പറ്റാത്ത രീതിയിൽ സെല്ലേഴ്സാണ് ഫുൾ ഡോമിനേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, മൾട്ടിപ്പിൾ പോയിൻറ്റ്സിലും ഇതുപോലെ ബയേഴ്സ് കയറാനുള്ളൊരു ശ്രമം നടത്തിയാലും സെല്ലേഴ്സ് തന്നെയായിരുന്നു ഇന്ന് ഫുൾ കൺട്രോൾ ഉണ്ടായിരുന്നത്. മൾട്ടിപ്പിൾ പോയിൻറ്റ്സിൽ കയറുമ്പോൾ തന്നെ അവർ വീണ്ടും തട്ടി താഴെയിടാൻ നോക്കുകയാണ്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല ഹെവി ഒരു പുട്ട് ഓവയുടെ ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു റീജിയനിൽ നിന്ന് വീണ്ടും ഈ പറഞ്ഞ പോലെ അങ്ങനെ പുട്ട് ഓവയിൽ കയറിയിട്ട് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ എന്നാലും ഉണ്ടായ ലോസിൻ്റെ അത്രയും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ടോട്ടൽ ഈ പറഞ്ഞ പോലെ 1300 പോയിട്ടുണ്ട്. കാരണം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഏകദേശം ഒരു 781 സ്റ്റാർട്ട് ചെയ്തു, 594 ഉണ്ടാക്കി. പക്ഷേ ഈ ഒരു വലിയൊരു ലോസിലാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാണാം നാളെ. താങ്ക് യു.